ഇറാനിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി യുഎസ്. ജോർദാനിലെ യുഎസ് സൈനിക താവളം ആക്രമിച്ചതിനുള്ള തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്നാണ് യുഎസ് വിശദീകരണം. 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആക്രമണം നടത്തുന്നത്. ഇറാനെ തവിടുപൊടിയാക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയായിരുന്നു ആക്രമണം. ട്രംപിന്റെ ഭീഷണി തള്ളിയ ഇറാൻ യുഎസുമായി ഇനി ചർച്ചയില്ലെന്നും വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇനി തങ്ങളുടെ ഊഴമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന്റെ മിസൈൽ പ്രത്യാക്രമണത്തോട് രൂക്ഷമായി പ്രതികരിച്ച ട്രംപ് അമേരിക്കൻ സൈന്യത്തിനെതിരായ ഏത് ആക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകുമെന്നും പറഞ്ഞു. തങ്ങൾ അവരെ തവിടുപൊടിയാക്കും, ശക്തമായി തിരിച്ചടിക്കും, അവർക്ക് കനത്ത പ്രഹരം ലഭിക്കാൻ പോവുകയാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ കടുത്ത സൈനിക നടപടികളിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്ന് ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആക്രമണങ്ങൾ വീണ്ടും ശക്തമായത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡും ആക്രമണ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ നീക്കത്തിനുള്ള ശക്തമായ മറുപടിയാണിതെന്ന് സെൻട്രൽ കമാൻഡ് എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് യുഎസ് സേനയ്ക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തിരുന്നുവെന്നും ഇതിൽ 5 മിസൈലുകൾ തടഞ്ഞുവെന്നും സൈന്യം വ്യക്തമാക്കി. അമേരിക്കയുടെ ഭീഷണികൾ തുടരുന്നിടത്തോളം കാലം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും തുടരുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ഭാഷ അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവസാനിപ്പിക്കണമെന്നും IRGC അറിയിച്ചു. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും വ്യോമതാവളത്തിനും നേരെ ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. IRGCയുടെ അംഗീകൃത വഴികളിലൂടെ അല്ലാതെ കടന്നുപോകാൻ ശ്രമിച്ച 3 എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമിച്ചതായി ഇറാനിയൻ നാവികസേന അറിയിച്ചിരുന്നു. സൗദി അറേബ്യയും അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 4 IRGC അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വിജയകരമായി തടഞ്ഞതായാണ് യുഎസ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. അതേസമയം ഇറാൻ ജോർദാനിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ജോർദാനിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയും ഇറാൻ നടത്തിയ വെടിവയ്പ്പിനുള്ള ശക്തമായ തിരിച്ചടിയാണിതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് യുഎസും സൗദി അറേബ്യയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് പുതിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ യുഎസും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചപ്പോൾ യുദ്ധം ഏതാനും ആഴ്ചകൾ മാത്രമേ നീണ്ടു നിൽക്കൂ എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 5 മാസം പിന്നിട്ടിട്ടും ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം അവസാനമില്ലാതെ തുടരുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപക്ഷവും താൽക്കാലികമായ ആക്രമണങ്ങൾ നിർത്തിവച്ചിരുന്നെങ്കിലും ടെഹ്റാൻ ചർച്ചകളെ പൂർണ്ണമായി നിഷേധിച്ചതോടെയാണ് വീണ്ടും മിസൈലുകൾ വിക്ഷേപിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 13 ദിവസമായി യുഎസ് തുടർച്ചയായി നടത്തിയ ബോംബാക്രമണം കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്പ് യുഎസ് വ്യോമതാവളത്തിന് നേരെയും ഹോർമുസിലൂടെ കടന്നുപോയ 3 ഓയിൽ ടാങ്കറുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതോടെ യുഎസ് തിരിച്ചടി കർശനമാക്കുകയായിരുന്നു. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 30-ലധികം ഡ്രോൺ ആക്രമണങ്ങളാണ് ഇറാൻ യുഎസിനെതിരെ നടത്തിയത്. ഇതിന് മറുപടിയായി ഇറാഖിലെ പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സിന്റെ താവളങ്ങളിൽ യുഎസും സൗദിയും നടത്തിയ ബോംബാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണം ഇറാഖിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാഖ് പ്രസിഡന്റ് അപലപിച്ചപ്പോൾ ഇറാഖ് സർക്കാരുമായി ആലോചിച്ചാണ് തങ്ങൾ നീങ്ങിയതെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മേഖലയിൽ ആധിപത്യമുറപ്പിക്കാൻ ദശാബ്ദങ്ങളായി മത്സരിക്കുന്ന സുന്നി രാജ്യമായ സൗദി അറേബ്യയും ഷിയ രാജ്യമായ ഇറാനും തമ്മിലുള്ള ശത്രുതയും ഈ യുദ്ധത്തോടെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.